ഒരു ആക്സിഡൻറ്റ് സീനാണ്. പുതുമയൊന്നുമില്ല, കേരളത്തിൽ നിത്യസംഭവമാണ്. 10-200 റോഡ് അപകടങ്ങൾ ഡെയിലി കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ആളുകൾ മരിക്കുന്നുണ്ട്, ഒരു 10-15 പേര് മരിക്കുന്നുണ്ട്, ഒരു 100-150 ആളുകൾക്ക് ഡെയിലി പരിക്കേൽക്കുന്നുണ്ട്, കുറേ ആളുകൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, കുറേ ആളുകൾ പാരലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, കുറേ ആളുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ. നമുക്ക് നോക്കൂ, എന്തുകൊണ്ടാണ് നമ്മുടെ റോഡുകൾ ഇങ്ങനെ? എന്തുകൊണ്ടാണ് നമ്മളൊരു വലിയ സാംസ്കാരിക ബോധവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമൊക്കെ ഉള്ള ഒരു സമൂഹമല്ലേ? എന്തുകൊണ്ടാണ് നമ്മുടെ റോഡിൽ ഇങ്ങനെ? ആളുകളൊക്കെ നിലാവത്ത് കോഴീനെ അഴിച്ചിട്ട പോലെയാണ് റോഡിൽ പെരുമാറുന്നത്. നമ്മുടെ ചില വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില വിദേശ രാജ്യങ്ങളിലൊക്കെ കോഴികളും താറാവും പൂച്ചയും പട്ടിയൊക്കെ കൃത്യമായിട്ട് റോഡ് നിയമങ്ങൾ അനുസരിക്കുന്നു. ആ ബോധം പോലും നമ്മുടെ ആളുകൾക്ക് കേരളത്തിലെ റോഡുകളിലില്ല എന്നുള്ളതാണ് കഷ്ടം തന്നെയാണ് കേട്ടോ. അതുകൂടാണ്ട് ഗവൺമെൻറ്റിൻ്റെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള റോഡ് നിർമ്മാണം, അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണം, റോഡ് പദ്ധതികളിൽ നിന്ന് പണം മോഷ്ടിക്കുന്ന പരിപാടികൾ, ഇതൊക്കെ കാരണം നമ്മുടെ റോഡുകൾ ഒരു നരകമായി മാറിയിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്നുള്ളത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്. വാഹന ഉടമകൾ സംഘടിക്കണം, റോഡുകൾക്ക് വേണ്ടി ശബ്ദിക്കണം, റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടണം, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്നൊരു സംഘടന രൂപീകരിക്കപ്പെടുന്നത്. കൃത്യമായ നിലപാടുകളോട് രൂപീകരിക്കപ്പെട്ടതാണ്, എഴുതപ്പെട്ട ഭരണഘടനയുള്ള സംഘടനയാണ്, കേഡർ സ്വഭാവമുള്ള സംഘടനയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാഹന ഉടമകളെ ശ്രമിക്കുന്ന വാഹന ഉടമകൾ എന്ത് ചെയ്യുക? അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പ് എടുക്കുക, സംഘടനയെ ശക്തിപ്പെടുത്തുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുതിയ റോഡുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നമുക്ക് കോടതികൾ ഇടപെടിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ റോഡ് സുരക്ഷാ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. റോഡിൽ എങ്ങനെ പെരുമാറണം എന്ന് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട പാഠങ്ങൾ, അതേപോലെ റിലീജിയസ് ഓർഗനൈസേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് റോഡ് സുരക്ഷാ നിയമങ്ങൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ധാരാളം പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള. അതുകൂടാതെ ഒരു സമഗ്ര റോഡ് സുരക്ഷാ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്റ്റേറ്റ് പോലീസും സ്റ്റേറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിനോട് സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് വാഹനോടമകൾ തീർച്ചയായിട്ടും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പ് എടുക്കുക, അംഗത്വം എടുക്കുക, സംഘടനാ സംവിധാനങ്ങൾ താഴെ തട്ടിൽ നിന്ന് ബിൽഡ് ചെയ്ത് തുടങ്ങുക. നമുക്ക് ഈ സ്റ്റേറ്റിന്, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാം. Thank you.